ഒറ്റ പ്രാർത്ഥനയാണ് ഇന്ത്യ ഏറ്റവും മനോഹരമായി കണ്ടത്. അതിതാണ്: ഓം സഹനോ അവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ദുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഒറ്റ വരിക്ക് മാത്രം അർത്ഥം വെക്കാണ്. ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങളുടെ ഈ അധീത വിദ്യാഭ്യാസത്തെ പ്രകാശവത്താക്കണേ, ഞങ്ങൾക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാവണേ. പക്ഷെ ഒറ്റക്കാര്യം, മാ വിദ്ദുഷാവഹൈ, ഞങ്ങൾക്കിടയിൽ സ്പർദ്ധയില്ലാത്ത സമാധാനം നൽകണമേ. ആ ശാന്തി നിലനിൽക്കട്ടെ. അത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹാഗുരുവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കട്ടെ. ഞാൻ ഒട്ടും അതിശയോക്തിപരമായി പറയാനല്ല, കേരളമെന്ന് പറയുന്ന ഈ നാട് ഇത്രമേൽ മനോഹരമാകാൻ ഒറ്റ കാരണമേ ഉള്ളൂ: ഒരു ശ്രീനാരായണ ഗുരു ജനിച്ചു എന്നതാണ്. കാരണം നാരായണ ഗുരു ഉണ്ടാക്കിയെടുത്ത ഈ വിപ്ലവകരമായ മാറ്റത്തിന് മറ്റൊരാളെയും തുലനം ചെയ്യാൻ കഴിയില്ല. ഈ നാട് ഇന്ത്യയുടെ അല്ല, ലോകത്തിനു തന്നെയും മാതൃകയായി നിൽക്കുമ്പോൾ ബംഗാളിൽ സ്വാമി വിവേകാനന്ദ സ്വാമികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമ പരമകൃഷ്ണരുണ്ടായിരുന്നു. ഒട്ടേറെ വലിയ നവോത്ഥാന നായകന്മാർക്ക് കൂടുതൽ ജന്മം നൽകിയ നാടാണ് ബംഗാൾ. പക്ഷെ എന്നിട്ടും എൻ്റെ കേരളം പോലെ ആയില്ല, നമ്മുടെ നാട് പോലെ ആയില്ല. ഞാൻ എല്ലാ നാടും യാത്ര ചെയ്തൊരാളെന്ന നിലക്ക് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയെല്ലാം കാണുന്നതിനും അപ്പുറം സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും എല്ലാം കാണാൻ നമുക്ക് സാധിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്നൊരു മനുഷ്യൻ്റെ ജീവൽ സാന്നിധ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. നിലനിൽക്കണം എന്ന പ്രാർത്ഥനയോടെ